കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സമാധാന ചർച്ചകൾ തുടരണം എന്നാണ് UN ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ ട്രംപ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ചർച്ചകൾ സംബന്ധിച്ച് ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇത് ആരാന്നുള്ളത് അവർ വെളിവാക്കുന്നില്ല. ഇന്നിപ്പോൾ വാൻസ് അമേരിക്കയുടെ നിലപാട് കുറെ കൂടെ വ്യക്തമാക്കുകയുണ്ടായി. ചർച്ചകളുടെ ഭാവി ഇറാന്റെ കൈകളിലാണെന്നാണ് വാൻസ് പറയുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉറപ്പ് വേണം. അതിന് ഇറാൻ തയ്യാറാണെങ്കിൽ ഒരു കരാറിൽ എത്താൻ സാധിക്കുമെന്നാണ് വാൻസ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടുവാനുള്ള കാരണം അവിടെ വന്ന ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് സ്വാതന്ത്ര്യമായിട്ട് ഒരു തീരുമാനമെടുക്കുവാൻ ഒരു അധികാരമില്ലായിരുന്നു. ഓരോ കാര്യത്തിനും അവർ ടെഹ്റാന്റെ അനുമതി തേടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം തനിക്കും തന്റെ സംഘത്തിനും മടങ്ങേണ്ടി വന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇറാൻ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു സമാധാന കരാറിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ അതിനായിട്ടുള്ള നീക്കം നടത്തേണ്ടത് ഇറാനാണ്. അതായത് പന്ത് അവരുടെ കോർട്ടിലാണെന്നാണ് JD വാൻസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. അവരുടെ ചീഫ് ജസ്റ്റിസ് ഹൊസൈൻ പറയുന്നത് 40 വർഷം നീണ്ട യുദ്ധം, ശത്രുക്കളുടെ യുദ്ധമോഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര മേശയിലും ഇറാൻ അവരുടെ വിജയം ആവർത്തിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ചില ശരിയായ ആളുകൾ തന്നെ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാറിലെത്തുവാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിന്റെ പുറത്ത് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. എന്നാൽ ആരാണ് വിളിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചതെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയുമില്ല. അതേസമയം ഇന്ന് രാവിലെ 10 മണി മുതൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയതായിട്ട് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയത്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ ചൈനയുടെ ശക്തമായ പ്രതികരണം വന്നിട്ടുണ്ട്. ചൈനയുടെ വ്യാപാര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടരുതെന്ന് ചൈന കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായി അവർക്ക് ഊർജ്ജ വ്യാപാര കരാറുകളുണ്ടെന്നും അതിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്നും അവരുടെ ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ചുനാണ് ചൈനയുടെ പ്രതികരണം പറഞ്ഞത്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ പിന്തുണ നൽകിയിരുന്നു. ഇത് ഐക്യരാഷ്ട്രസഭയിൽ ഒരു പരാതിയായിട്ട് ഇറാൻ ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ്. അവരുടെ ഇറാൻ പ്രതിനിധി അമീർ സയ്യിദ് ഇർവാനിയാണ് ഈ പരാതി ഉന്നയിച്ചത്. ജോർദാൻ ഉൾപ്പെടെ 5 അറബ് രാജ്യങ്ങൾ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവർ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടത്. സ്മിത, ഉന്മേഷ്.